തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം കൊടിയേറും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം കൊടിയേറ്റം. പൂരാവേശത്തിലാണ് തൃശൂർ ഉള്ളത്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രങ്ങളിലുള്ള കൊടിയേറ്റുകളാണ് ഈ ദിവസം നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ പൂരം വീണ്ടും എത്തിയിരിക്കുന്നു. കൊടിയേറ്റുന്ന സമയമാണ്. തിരുവമ്പാടി മഹോത്സവത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. ഇന്ന് രാവിലെ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ക്ഷേത്രമായ ലാലൂരിൽ കൊടി ഉയർന്നു. വലിയ ജനാവലിയോടുകൂടി തന്നെയാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നത്. അതിനുശേഷം രണ്ടാമത് നടക്കുന്ന ക്ഷേത്രമാണ് തിരുവമ്പാടി ക്ഷേത്രം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിയേറ്റ് നടക്കുന്നു. കൊടിയേറ്റിന് മുന്നോടിയായിട്ടുള്ള പൂജാകർമ്മങ്ങൾ നടത്തിയിരിക്കുകയാണ്. അല്പസമയങ്ങളിൽ കൊടിയേറ്റ് നടക്കും. വളരെയേറെ കാത്തിരിപ്പിന്റെയും ദേവസ്വം ഭാരവാഹികളുടെയും ദേശക്കാരുടെയും എല്ലാം തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊടിയേറ്റ് അല്പസമയത്തിനകം നടക്കും. മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുകയാണ്. ലാലൂർ ക്ഷേത്രത്തിൽ പൂരം കൊടിയേറിയിരുന്നു. മെയ് 6-നാണ് തൃശൂർ പൂരം. അതിന് മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റ് ചടങ്ങുകളാണ് നടക്കുന്നത്. ലെവിൻ ചേരുന്നു. ലെവിൻ, ഈ പൂരം കൊടിയേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം മുന്നോടിയായി കൊടിയുയർന്നത്. അതിനുശേഷം രണ്ടാമത് തിരുവമ്പാടി ദേവസ്വം ക്ഷേത്രത്തിൽ തിരുവമ്പാടി ഭഗവതിക്ക് മുന്നിൽ കൊടിയുയർത്തുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടിക്കൂറായും മറ്റും പൂജിച്ചുകൊണ്ട് അല്പസമയങ്ങൾക്കകം കൊടിമരം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ, തൃശൂർ MLA പി ബാലചന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ ജനപ്രതിനിധി നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ദേശക്കാരുടെയും ഒക്കെ ഒത്തൊരുമിച്ച കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെയും ഒടുവിലാണ് ഇപ്പോൾ പൂരത്തിന് സകലവിധ സന്നാഹങ്ങളും പൂർത്തിയാക്കി കൊടിയേറ്റിനായി തയ്യാറെടുക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 12 മണിയോടെ കൊടിയേറ്റ് നടക്കും.
പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അവിടുന്ന് ലെവിൻ കെ വിജയൻ.